നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കൺകണ്ട ദൈവമാണ് നമ്മളെ ചികിത്സിക്കുന്ന ഓരോ ഡോക്ടർമാരും. അവരുടെ ഒരു ചെറിയ അശ്രദ്ധ മതി നമ്മുടെ ജീവൻ തന്നെ നഷ്ടമാകാൻ, അല്ലെങ്കിൽ ജീവിച്ചിരുന്നത് പോലെ തന്നെ മരിക്കുന്ന സ്ഥിതി ഉണ്ടാകാനും അവരുടെ ചെറിയൊരു അശ്രദ്ധ മതി. ഇനി ഇതേ ഡോക്ടർമാർ ഡ്യൂട്ടിയിലിരുന്ന് ഉറങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കും? രോഗിക്ക് മരണം പോലും സംഭവിക്കാമെന്ന തരത്തിലുള്ള ഒരു വാർത്ത പുറത്തുവരികയാണ്. ചികിത്സ വൈകിയതിനെ തുടർന്ന് രോഗി മരിച്ച സംഭവത്തിൽ ഡോക്ടർമാർക്ക് സസ്പെൻഷൻ. രോഗി രക്തം വാർന്ന് മരിക്കുമ്പോൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ഉറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. ഡോക്ടർമാർ രോഗിയെ പരിചരിക്കാതെ ഉറങ്ങിയതാണ് മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്ന ആരോപണം. ലാലാ ലജ്പത് റായി മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തിങ്കളാഴ്ച വൈകുന്നേരത്തോടുകൂടിയായിരുന്നു സംഭവം. രോഗി മരിച്ചതോടുകൂടി 2 ജൂനിയർ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഉത്തർപ്രദേശ് സംസ്ഥാന സർക്കാർ. വാഹനാപകടത്തിൽ പരിക്കേറ്റ സുനിൽ എന്ന യുവാവിനെ പോലീസാണ് ആശുപത്രിയിൽ എത്തിച്ചത്. സുനിൽ വേദന കൊണ്ട് നിലവിളിച്ച് രക്തത്തിൽ കുളിച്ച് സ്ട്രക്ചറിൽ കിടക്കുമ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജൂനിയർ ഡോക്ടർമാരായ ഭൂപേഷ് കുമാർ റായ്, അനികേത് എന്നിവർ അപ്പുറത്ത് സുഖമായി ഉറങ്ങുകയായിരുന്നു എന്നാണ് സുനിലിന്റെ കുടുംബത്തിന്റെ ആരോപണം. സംഭവത്തിന്റെ വീഡിയോയും ബന്ധുക്കൾ പുറത്തുവിട്ടിട്ടുണ്ട്. സംഭവങ്ങൾ നടക്കുമ്പോൾ ഡ്യൂട്ടി ഇൻചാർജായ സീനിയർ ഡോക്ടർ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ആശുപത്രിയിലെത്തിയെന്നും സുനിലിന് ചികിത്സ നൽകിയെന്നുമാണ് സീനിയർ ഡോക്ടറും ഡ്യൂട്ടി ഓഫീസറുമായ ശശാങ്ക് ജിൻഡാൽ പറയുന്നത്. ചൊവ്വാഴ്ച രാവിലെ 7 മണിയോടെ സുനിൽ മരിച്ചു. ഇതോടെ ചികിത്സ വൈകിയതാണ് മരണത്തിന് കാരണമെന്ന് ആരോപിച്ച് കുടുംബം രംഗത്ത് വരികയായിരുന്നു. എന്നാൽ രോഗിയുടെ നില നേരത്തെ തന്നെ ഗുരുതരമായിരുന്നു എന്നാണ് ഡോക്ടർ ജിൻഡാലിന്റെ വാദം. ഏതായാലും വീഡിയോയുടെ അടിസ്ഥാനത്തിൽ 2 ഡോക്ടർമാരെ ഡ്യൂട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് ഡോക്ടർ ജിൻഡാൽ അറിയിച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. സത്യത്തിൽ ഇങ്ങനെയൊരു സംഭവം നമ്മുടെ കേരളത്തിലാണ് സംഭവിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ, കേരളത്തിൽ ഇതിനേക്കാൾ അപ്പുറമുള്ള ചില കാര്യങ്ങളാണ് നടക്കുന്നത്. എന്നാൽ ഇങ്ങനെയൊരു സംഭവം കേരളത്തിലാണ് സംഭവിച്ചതെങ്കിൽ ഡ്യൂട്ടി ഡോക്ടർമാരെ സസ്പെൻഷൻ അല്ല, ഒരുപക്ഷെ അവരെ ഇനി ഡോക്ടറായി തന്നെ നിയമിക്കാൻ ഒരു ആശുപത്രിയിലും കഴിയാത്ത വിധത്തിൽ അവരുടെ കരിയർ തന്നെ നിലച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. കാരണം ഒരു ജീവൻ എന്ന് പറയുന്നത് അത് ആശുപത്രി പടിയിലേക്ക് വരുമ്പോൾ ഡോക്ടർമാരെ വിശ്വസിച്ച് മാത്രമാണ് വരുന്നത്. ഡോക്ടർമാരായ ദൈവങ്ങളെപ്പോലും നമ്മൾ കാണുന്ന നിങ്ങളുടെ ഒരു ചെറിയ പിഴവ് മതി ആ ജീവനെ പൂർണ്ണമായി ഇല്ലാതെയാകാൻ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ആ ഒരു അപകടത്തിൽ ആ വ്യക്തിക്ക് വലിയ രീതിയിലുള്ള അപകടത്തിൽ പരിക്കുണ്ടായിട്ടുണ്ടാകണം, ജീവൻ പോകുന്ന തരത്തിലൊരു പരിക്കുണ്ടായിട്ടുണ്ടാകണം. എന്തായാലും പക്ഷെ കൊണ്ടുവരുമ്പോൾ നിങ്ങളാൽ കഴിയുന്നതെല്ലാം 100% പ്രവൃത്തിയും അതിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസവും ആത്മബലവും ഒക്കെ തന്നെ ഉണ്ടാകുമായിരുന്നല്ലോ. പക്ഷേ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വൈകിപ്പിച്ചത് എന്ന ചോദ്യം തന്നെയാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. എന്തായാലും ഡോക്ടർമാരുടെ അനാസ്ഥ കാരണം പൊലിഞ്ഞത് ഒരു ജീവനാണ്, ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്, കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. ഡോക്ടർമാർ സസ്പെൻഷൻ കഴിഞ്ഞ് ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും അവർ സർവീസിൽ കയറും. അവർക്കിനി വീട്ടിൽ നിന്ന് ഒരല്പം ഉറങ്ങാം. പക്ഷെ വീണ്ടും സർവീസിൽ കയറുമ്പോൾ ഇതെല്ലാം തന്നെ മറന്നു പോകുന്ന സാഹചര്യം, വീണ്ടും ഉറങ്ങുകയും വീണ്ടും ഇത്തരത്തിൽ രോഗികൾക്ക് ഇത്തരത്തിൽ സംഭവ വികാസങ്ങൾ നടക്കുകയും ചെയ്യും. ഇനി മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ, എന്തുകൊണ്ട് ഇവർ ഉറങ്ങിപ്പോയി നോക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ നിരന്തരമുള്ള ഡ്യൂട്ടി സമ്മർദ്ദവും കൊണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും അവിടെ ഒരു ജീവൻ പൊലിയുകയാണല്ലോ എന്നുള്ള ചോദ്യവും അല്ലെങ്കിൽ എന്നുള്ള സത്യവും മനസ്സിലാക്കേണ്ട ഘട്ടത്തിലാണ് ഇവരുടെ ജോലി പോകാനുള്ള ഇടയാക്കിയിരിക്കുന്നതെന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും വളരെ ദയനീയമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുക എന്ന കാര്യത്തിൽ സംശയമില്ല.